ഈശോ സ്നേഹിക്കുന്നവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 21. എത്ര ശീർഷകങ്ങളുണ്ട്? 3 ശീർഷകങ്ങൾ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലെ ശീർഷകങ്ങൾ ഏവ. അവയ്ക്ക് കീഴിൽ വരുന്ന തിരുവചന ഭാഗങ്ങൾ ഏവ. പൗലോസിന് അംഗീകാരം ആദ്യ 10 വാക്യങ്ങൾ. അഭിപ്രായ ഭിന്നത 11 മുതൽ 14 വരെ. വിശ്വാസത്തിലുള്ള നീതീകരണം 15 മുതൽ 21 വരെ. പൗലോസിന് അംഗീകാരം എന്ന ആദ്യ ശീർഷകത്തിലേക്ക് പോകാം. ആദ്യ 10 വാക്യങ്ങളാണിത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ബാർന്നബാസിനോടുകൂടെ വീണ്ടും ജെറുസലേമിലേക്ക് പോയത് എത്ര വർഷത്തിനു ശേഷമാണ്? 14 വർഷത്തിനു ശേഷം. ബാർന്നബാസിനെ കൂടാതെ മറ്റാരെയാണ് പൗലോസ് കൂടെ കൊണ്ടുപോയിരുന്നത്? തീത്തോസിനെ. പൗലോസ് ഒരു വെളിപാടനുസരിച്ച് എവിടേക്കാണ് പോയത്? ജെറുസലേമിലേക്ക്. വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ആരുടെ മുൻപിലാണ് ശ്ലീഹ സ്വകാര്യമായി അവതരിപ്പിച്ചത്? ജെറുസലേമിലെ പ്രധാനികളുടെ മുൻപിൽ. വിശുദ്ധ പൗലോസ് എവിടെ പ്രസംഗിക്കുന്ന സുവിശേഷമാണ് ജെറുസലേമിലെ പ്രധാനികളുടെ മുൻപിൽ സ്വകാര്യമായി അവതരിപ്പിച്ചത്? വിജാതീയരുടെ ഇടയിൽ. അതായത് സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? പൗലോസ് ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി. വിശുദ്ധ പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന തീത്തോസ് ഏത് വംശജനായിരുന്നു? ഗ്രീക്കുകാരൻ. തീത്തോസ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും എന്തിനു വേണ്ടി നിർബന്ധിക്കപ്പെട്ടില്ല? പരിച്ഛേദനത്തിന്. എന്നോടുകൂടെ ഉണ്ടായിരുന്ന ഡാഷ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും പരിച്ഛേദനത്തിന് നിർബന്ധിക്കപ്പെട്ടില്ല. തീത്തോസ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്യാൻ രഹസ്യമായി കടന്നുകൂടിയത് ആരാണ്? വ്യാജ സഹോദരന്മാർ. എന്നാൽ യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ ഡാഷ് ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വ്യാജ സഹോദരന്മാർ രഹസ്യമായി കടന്നുകൂടി. സ്വാതന്ത്ര്യത്തെ വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടിയത് എന്തിനായിരുന്നു? യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന്. അവർക്കു ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല. ആർക്ക്? വ്യാജ സഹോദരന്മാർക്ക്. അത് സുവിശേഷത്തിൻ്റെ ഡാഷ് നിങ്ങൾക്കായി നിലനിർത്തേണ്ടതിനാണ്. സത്യം. പൗലോസും കൂട്ടരും വ്യാജ സഹോദരന്മാർക്ക് നിമിഷ നേരത്തേക്ക് പോലും വശപ്പെടാതിരുന്നത് എന്തിനു വേണ്ടിയാണ്? സുവിശേഷത്തിൻ്റെ സത്യം വിശ്വാസികൾക്കായി നിലനിർത്തേണ്ടതിന്. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്നവരിൽ നിന്ന് പൗലോസിന് കൂടുതലായി എന്താണ് ലഭിച്ചത്? ഒന്നും ലഭിച്ചില്ല. എപ്രകാരം ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല എന്നാണ് ശ്ലീഹ എഴുതുന്നത്. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന. അവർ എന്താണെന്ന് ഞാൻ ഗൗനിക്കുന്നേയില്ല. ഇവിടെ അവർ വ്യാജ സഹോദരന്മാർ. ആര് മുഖം നോക്കുന്നവനല്ലല്ലോ എന്നാണ് ശ്ലീഹ എഴുതുന്നത്? ദൈവം. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? പത്രോസിനെ. അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? പൗലോസിനെ. പരിച്ഛേദിതർക്കുള്ള ഡാഷ് പത്രോസിന് എന്നതുപോലെ അപരിച്ഛേദിതർക്കുള്ള ഡാഷ് എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. സുവിശേഷം. ഗലാത്യർ 2:7 ആവർത്തിക്കുന്ന പദം സുവിശേഷം. വിജാതീയർക്കു വേണ്ടി പൗലോസിലൂടെ പ്രവർത്തിക്കുന്നത് ആരാണ്? പത്രോസിലൂടെ പ്രേഷിതത്വം നിറവേറ്റുന്നവൻ തന്നെ. എന്തെന്നാൽ പരിച്ഛേദിതർക്കുള്ള ഡാഷ് പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ വിജാതീയർക്കു വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കുന്നു. പ്രേഷിതത്വം. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരെല്ലാം? യാക്കോബ്, കേപ്പ, യോഹന്നാൻ. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ പൗലോസിനും ബാർന്നബാസിനും കൂട്ടായ്മയുടെ വലത്തുകരം നീട്ടിത്തന്നത് എന്തു കണ്ടപ്പോഴാണ്? ദൈവത്തിൻ്റെ കൃപ പൗലോസിന് ലഭിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ. കൂട്ടായ്മയുടെ തീരുമാനപ്രകാരം പരിച്ഛേദിതരുടെ അടുത്തേക്ക് പോകാൻ നിശ്ചയിച്ചത് ആരെയാണ്? യാക്കോബ്, കേപ്പ, യോഹന്നാൻ എന്നിവരെ. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ ഡാഷ് വലത്തുകരം എനിക്കും ബാർന്നബാസിനും നീട്ടിത്തന്നു. കൂട്ടായ്മയുടെ. അങ്ങനെ വിജാതീയരുടെ അടുത്തേക്ക് ഞങ്ങളും ഡാഷ് അടുത്തേക്ക് അവരും പോകാൻ തീരുമാനമായി. പരിച്ഛേദിതരുടെ. പ്രധാനികൾ പൗലോസിനോടും ബാർന്നബാസിനോടും ആരെപ്പറ്റി ചിന്ത വേണമെന്നാണ് ആവശ്യപ്പെട്ടത്? പാവങ്ങളെപ്പറ്റി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണമെന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അതുതന്നെയാണ് എൻ്റെ ഡാഷ് തീവ്രമായ താല്പര്യം. അഭിപ്രായ ഭിന്നത എന്ന ഭാഗത്തേക്ക് കടക്കുകയാണ്. 11 മുതൽ 21 വരെ വാക്യങ്ങൾ. കേപ്പ അന്ത്യോക്യയിൽ വന്നപ്പോൾ പൗലോസ് എന്താണ് ചെയ്തത്? അവനെ മുഖത്തു നോക്കി എതിർത്തു. പൗലോസ് കേപ്പായെ എതിർക്കാൻ കാരണമെന്ത്? അവനിൽ കുറ്റം കണ്ടതുകൊണ്ട്. എന്നാൽ ഡാഷ് അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് ഞാൻ അവനെ മുഖത്തു നോക്കി എതിർത്തു. കേപ്പ. യാക്കോബിൻ്റെ അടുത്തു നിന്ന് ചിലർ വരുന്നതുവരെ അവൻ വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്നു. അവൻ കേപ്പ. യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ആളുകൾ വരുന്നതുവരെ കേപ്പ ആരോടൊപ്പമാണ് ഭക്ഷിച്ചിരുന്നത്? വിജാതീയരോടൊപ്പം. ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ കേപ്പ പിന്മാറാൻ കാരണമെന്ത്? പരിച്ഛേദിതരെ ഭയന്നതുകൊണ്ട്.
യാക്കോബിന്റെ അടുത്തു നിന്ന് ചിലർ വരുന്നതുവരെ അവൻ വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചു. അവർ വന്നു കഴിഞ്ഞപ്പോഴാകട്ടെ ഡാഷ് ഭയന്ന് അവൻ പിന്മാറിക്കളഞ്ഞു. പരിച്ഛേദിതരെ, കേപ്പായോടൊപ്പം ബാക്കിയുള്ള ഏത് വിഭാഗമാണ് കപടമായി പെരുമാറിയത്? യഹൂദന്മാർ. അവനോടൊത്ത് ബാക്കി യഹൂദന്മാരും എന്താണ് ചെയ്തത്? കപടമായി പെരുമാറി. അതായത് കേപ്പായോടൊപ്പം അവരുടെ കാപട്യത്താൽ ബാർണബാസ് പോലും ഡാഷ് എന്ത് ചെയ്യപ്പെട്ടു? വഴിതെറ്റിക്കപ്പെട്ടു. അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാൻ കേപ്പായോട് പറഞ്ഞു, യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതീയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ ഡാഷ് യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതീയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? പൗലോസ് കേപ്പായെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തിരുത്തിയത് എന്തു കണ്ടപ്പോൾ? അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ. യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതീയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ, ഈ വാക്കുകൾ പൗലോസ് ആരോടാണ് പറഞ്ഞത്? കേപ്പായോട്. അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് സ്ലീഹ കേപ്പായോട് പറഞ്ഞത് എന്ത്? യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതീയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ, യഹൂദനെ പോലെ ജീവിക്കാൻ വിജാതീയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? വിശ്വാസത്തിലൂടെ നീതീകരണം 15 മുതൽ 21 വരെ. പൗലോസ് പറയുന്നതനുസരിച്ച് അവർ എങ്ങനെ ജനിച്ചവരാണ്? യഹൂദരായി. നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ് എന്ന് എഴുതുന്ന സ്ലീഹ ആരായിട്ടല്ല എന്നാണ് പറയുക? വിജാതീയരിലെ പാപികളായിട്ടല്ല. ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്തിലൂടെയാണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. എന്നിരിക്കലും എന്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാമെന്നാണ് എഴുതുന്നത്. നിയമത്തിൻ്റെ. എന്നിരിക്കലും നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ ഡാഷ് നമുക്ക് അറിയാം നീതീകരിക്കപ്പെടുന്നതെന്ന്. നിയമാനുഷ്ഠാനം വഴിയല്ല, മറ്റെന്തു വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത്? ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും എന്തു ചെയ്യപ്പെടുകയില്ല? നീതീകരിക്കപ്പെടുകയില്ല. എന്തിലൂടെ ഒരുവന് നീതീകരിക്കപ്പെടുകയില്ല എന്നാണ് സ്ലീഹ വ്യക്തമാക്കുന്നത്? നിയമാനുഷ്ഠാനം വഴി. ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാൻ ശ്രമിക്കവേ നമ്മൾ പാപികളായി കാണപ്പെട്ടാൽ ക്രിസ്തു ആരാണോ എന്നാണ് സ്ലീഹ ചോദിക്കുന്നത്. പാപത്തിൻ്റെ ശുശ്രൂഷകനാണോ? ഉത്തരമായി സ്ലീഹ തന്നെ ആദ്യം എഴുതുന്നത് എന്ത്? തീർച്ചയായും അല്ല. അപ്പസ്തോലനെ നശിപ്പിച്ചവ അദ്ദേഹം തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ അതെന്താണ്? അതിക്രമം. എന്താ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണെന്നാണ് സ്ലീഹ എഴുതുന്നത്. ഞാൻ നശിപ്പിച്ചവ. സ്ലീഹ എന്തിലൂടെയാണ് നിയമത്തിന് മൃതനായത്? നിയമത്തിലൂടെ. സ്ലീഹ നിയമത്തിന് മൃതനായത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഡാഷ് ക്രൂശിതനായിരിക്കുന്നു. സ്ലീഹ ആരോടൊപ്പമാണ് ക്രൂശിതനായിരിക്കുന്നത്? ക്രിസ്തുവിനോട് കൂടെ. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ഡാഷ് എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. പൗലോസിൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം ആരിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്? തന്നെ സ്നേഹിക്കുകയും തനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം. വിശുദ്ധ പൗലോസ് സ്ലീഹ എന്തിനെയാണ് നിരാകരിക്കാത്തത്? ദൈവത്തിൻ്റെ കൃപയെ. ദൈവത്തിൻ്റെ ഡാഷ് ഞാൻ നിരാകരിക്കുന്നില്ല. കൃപ. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ആരുടെ മരണത്തിനാണ് നീതീകരണമൊന്നുമില്ലാത്തത്? ക്രിസ്തുവിൻ്റെ മരണത്തിന്. ഗലാത്യർ 2:6 ഏതു പഴയ നിയമവാക്യമാണ് പ്രതിഫലിക്കുന്നത്? നിയമാവർത്തനം 10:17. സങ്കീർത്തനങ്ങൾ 143:2 അനുരണനം ഏതു വാക്യത്തിലാണ്? ഗലാത്യർ 2:17. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.